ഈ സാമൂഹ്യ വിരുദ്ധന്മാർ, സാമൂഹ്യ ദ്രോഹികൾ, നമ്മുടെ മുഖ്യമന്ത്രി വിളിച്ച വിദ്രോഹികൾ എന്നൊക്കെ പറയുന്നവർക്ക് സവിശേഷമായി പ്രത്യേകിച്ചൊരു മതവും അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളോ പ്രത്യയശാസ്ത്രപരമായ പ്രത്യേകതകളോ ഒന്നുമില്ല. ഇവനൊക്കെ ഈ ഓരോ സാഹചര്യങ്ങളിൽ ശാക്തീകരിക്കപ്പെടുന്നതിലൂടെ അല്ലെങ്കിൽ പിന്തുണയ്ക്കപ്പെടുന്നതിലൂടെ സംരക്ഷിക്കപ്പെടുന്നതിലൂടെ പെറ്റുപെരുകുന്ന കൃമികളാണ്. ഇവനെയൊന്നും ഓരോരുത്തരെയും നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അങ്ങനെ നിയന്ത്രിക്കണമെങ്കിൽ ഇത്തരം രോഗങ്ങൾ കാണിക്കുന്ന കൊള്ളാവുന്ന പൂവൻകോഴികളിൽ നോക്കി ഒരെണ്ണത്തിനെ പിടിച്ച് കണ്ടിക്കാൻ തയ്യാറാവണം. പക്ഷേ അത്തരം പൂവൻകോഴികളെ MP-യും പിന്നെ ജഡ്ജിയും പിന്നെ എന്ന് വേണ്ട എല്ലാ പദവികളും ഗവർണർ പദവിയും ഒക്കെ കൊടുക്കുന്ന രാജ്യത്ത് ഒരുപാട് കുഞ്ഞു പൂവനുകൾ ഇതുപോലെ കിളിർത്ത് വളർന്നു വരും. കാഷാകൂഷന്മാരെ പോലെയുള്ള കാലിനക്കികൾ ഇതിന് ഒത്താശ ചെയ്തു കൊടുത്ത് ഒപ്പം കൂടുമ്പോൾ പിന്നെ അതും സന്തോഷമാവും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പുതിയതായി പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്ത ഞാനിത് പറയാൻ കാരണം, തൃശ്ശൂരിൽ പോലീസ് നടപടിക്കെതിരെ കാഷാകൂഷന്മാർ അവിടെ ഒത്തുചേരുന്നുണ്ട്. അക്കൂട്ടത്തിൽ സാന്റക്ലോസിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് ഒരു ഫുഡ് ഡെലിവറിക്ക് പോയ ഒരു യുവാവിനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്ത് അത് അഴിപ്പിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ വന്നിട്ടുണ്ട്. അതും കൂടി ചേർത്ത് വേണം ഇതൊക്കെ ചെയ്യാൻ. ചെറിയ കാര്യങ്ങൾക്ക് പോലും നിലവിളിക്കുന്നവർ, മടക്കി കുത്തി രംഗത്തിറങ്ങുന്നവർ, ജാഥ നടത്തുന്നവർ, വാതോരാതെ ഓറൽ ഡിസെൻട്രി നടത്തുന്നവർ എല്ലാവരും മൗനമാണ്. ഒച്ചയുണ്ടാക്കുന്നതേയില്ല. ആകെ കേൾക്കുന്നത് എന്നൊരു മൂളൽ മാത്രമാണ്. ഈ പുതിയ വാർത്ത സാമൂഹ്യ മാധ്യമത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയേണ്ടതാണ്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. जोमेटो ने बोला है क्या कि सांता क्लॉज बनना है यार डिलीवरी ऑर्डर करने के लिए? यूं किसी किसी को दिया है जैसे। किसी को मतलब आप इतने सारे जने खड़े, ये तो नहीं पहने हुए? नहीं, इनको दिया नहीं ना सर। इनको नहीं दिया? नहीं तो मेरा मतलब है जो दूसरे अपन ये ऑर्डर तो अधिकतर सब हिंदू लोग ही मंगवाते हैं, क्योंकि इतनी जनसंख्या तो दूसरों की है नहीं। तो जब उन लोगों के त्योहार आए तो कभी भगवा पान के, कभी दीपावली पे, कभी इस तरीके से भी जाया करो ना। आज ये क्या सांता क्लॉज बनवा के और ये क्या संदेश दे रहे अपन परिवारों को? पता नहीं सर, अब कंपनी नहीं तो ये खड़े, ये तो नहीं पहने हुए। आप अकेले कैसे? आपको दिया क्या कंपनी ने? हाँ नहीं जो मतलब। आपका क्या नाम है? मेरा है? अर्जुन। पूरा सरनेम? अर्जुन का नाम। तो अर्जुन भाई अपन हिंदू है, सांता क्लास से से क्या संदेश देना चाहते हो? उतारो ये 1 मिनट, उतारो ये, खड़े हो इसको 1 मिनट खड़े हो आप। ये क्या लोगों को मतलब हिंदू बच्चों को अपन ये सांता क्लास के लिए क्या संदेश देने यार? उतारो ये टोपी, रखो यहाँ पे, इसको रखो यहाँ पे ये। हाँ ये जैकेट उतारो। सांता क्लास का क्या जरूरी है कि अपन सांता क्लास बन के जाएंगे? जब भी लोगों में मैसेज जाएगा है। भगत सिंह दिखो, चंद्रशेखर आजाद दिखो। हटाओ इसको, हटाओ आप ये जैकेट हटाओ 1 मिनट। हाँ मोबाइल हटा के हटाओ इसको। अरे भैया फोन रखो, ये पहले सब कर लेंगे अपन। ये हटाओ जैकेट है। मतलब आप लोगों का, आप व्यक्तिगत आपका जीवन जी रहे हो ना, तो ये सब करो। पर लोगों के घर जा रहे हैं अपन, सांता क्लास बन के उनको दे रहे। कभी हिंदू त्योहारों पे तो मैंने तुम लोगों को कुछ बनते देखा नहीं आज तक। अरे हटाओ ना भैया ये फोन, हटा के। नहीं हटेगा क्या? ऐसे नहीं हटेगा क्या? कौन सारे आपके ऐसी गाइडलाइन फिक्स कर रखी है क्या उनने? ये इस तरीके के लोग हैं जो कि हिंदू त्योहारों पे इनकी बुद्धि लगभग मारी जाती है, और क्रिश्चियनों के और इस्लामिक जितने त्योहारों में आएंगे उसमें इनको बहुत अच्छे संदेश देना रहते हैं। तो ये देखिए आप, इस तरीके का ये आज ये जोमेटो वाले सब सांता क्लास बने हुए हैं। और कभी भी ये लोग हिंदू धर्म या हिंदू त्योहारों पे कभी भी इस तरीके का ड्रेसअप नहीं करते हैं। ये आईडी बंद कर देता है। कोई बात नहीं, निकालो निकालो जोमेटो भी चलाओ। हाँ निकालो ये, हाँ निकालो। ये रख दो, इधर रखो। ये नीचे की लोअर भी निकालो। चलो हाँ चलो, धन्यवाद। जय श्री राम, जय श्री राम। ഒരു സൊമാറ്റോ ജീവനക്കാരനാണ് പാവം ഈ ഭാരതീയൻ. അയാൾ ഒരുപക്ഷെ സനാതനധർമ്മത്തിൻ്റെ മൂല്യവത്തായ ജീവിതത്തിൽ ജീവിച്ചു വരുന്ന ആളാകാം.
ഇനി ഏതാളാണെന്നുള്ളത് അറിയത്തില്ല. ഏതായാലും അദ്ദേഹം സാന്റക്ലോസിൻ്റെ വേഷവും ധരിച്ചുകൊണ്ട് സൊമാറ്റോ കമ്പനി ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം ഈ ഭക്ഷണം വിതരണം ചെയ്യാൻ പോവുകയാണ്. അപ്പോഴാണ് ഏതാണ്ട് ജാഗ്രതാ മഞ്ച് പോലോ, ഇപ്പോൾ ജാഗ്രതാ മഞ്ചെന്നും മഞ്ചിന് പകരം MU ചേർത്തൊക്കെയുള്ള നിരവധിയായ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യ വിരുദ്ധന്മാരെയും രാജ്യദ്രോഹികളെയും മറ്റിതര സമുദായങ്ങളെ അപമാനിക്കുന്നവനെയും അംഗീകരിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ ഭരണ കാലാവസ്ഥയിൽ രൂപം കൊള്ളുന്ന കീടങ്ങളാണ്, കൃമികളാണ്. ഇത് വേറെ ഏതെങ്കിലും ഗോത്രവർഗ സിദ്ധാന്തപ്രകാരം നടക്കുന്ന ദുബൈയിലോ സൗദി അറേബ്യയിലോ വല്ലോ ആണെന്നിരിക്കട്ടെ, പിന്നെ അവൻ്റെ പൊടി കാണുമോ? ചോദ്യം ചോദിച്ചവൻ്റെ അവൻ്റെ വേറെ വല്ലതും മിച്ചം കാണുമോ? ഒന്നും ഉണ്ടാവില്ല. അവിടെ അമ്പലം പണിഞ്ഞു കൊടുത്തു, വല്ലവരും ചോദ്യം ചെയ്തോ? വേറെ ഇപ്പോൾ ചില സാധനങ്ങൾ പണിഞ്ഞു കൊടുത്തു, വേറെ ആരെങ്കിലും ചോദ്യം ചെയ്തോ? അമ്പലം പണിഞ്ഞു കൊടുത്ത സമയത്ത് ഇപ്പം നാട്ടിലെ വിഷയങ്ങളിലൊക്കെ വലിയ സൂക്ഷ്മതയുടെ തലങ്ങൾ തലകീറി പരിശോധിച്ച് ഇവിടെ വന്ന് അടിയുണ്ടാക്കുന്ന പല ഗജേന്ദ്രന്മാരും അവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. ഗൾഫിൽ ആത്മീയത പറയുന്നുണ്ടല്ലോ, ദീൻ പറയുന്നുണ്ടല്ലോ, മതം പറയുന്നുണ്ടല്ലോ. വല്ലവനും മിണ്ടിയോ? മിണ്ടൂല. എന്നാൽ ഇവിടെ മിണ്ടും, ഇവിടുന്ന് നടക്കും. ഇതിൻ്റെ കച്ചവടമാണ്. ഏതായാലും അങ്ങനെ ഒരുത്തനെ ഇതെല്ലാം അഴിപ്പിച്ച് അവനോട് ചോദിക്കുകയാണ്, നീ ദീപാവലിക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോവുകോടാ? അവൻ പറഞ്ഞില്ല, ഇതെൻ്റെ കമ്പനി പറഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വിതരണം നടത്തുന്നവൻ ആകെ ഒരു നല്ല വസ്ത്രം ഇതുപോലെ കമ്പനി വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ് ഇടുന്നത്. ജിയുടെ ഭരണപരിഷ്കാരത്തിൽ ഈ റഷ്യയും അമേരിക്കയും കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്ത് 1,900 ട്രില്യനുമായി നമ്മൾ ഉടൻ എത്താൻ പോവുകയും എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ഏതാണ്ട് 1.5 ലക്ഷം രൂപ വീതം നിക്ഷേപിക്കുകയും ചിപ്പുള്ള നോട്ടിറക്കുകയും ഒക്കെ ചെയ്ത ആധുനിക ഭരണകാലത്താണ് അവൻ ഒരു ദിവസമെങ്കിലും ഈ നിറമുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് പോകുന്നത്. അവനെ പിടിച്ച് അഴിപ്പിക്കുന്ന, ചോദ്യം ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കാഷയുടെ ഒരു പ്രസ്താവനയിൽ കേരളത്തിലെ സവിശേഷമായ സാഹചര്യം മനസ്സിലാക്കി, സവിശേഷമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മൾ തമ്മിലുണ്ടാക്കിയേക്കുന്ന കരാറ് മനസ്സിലാക്കി ഈ 10-12% അല്ലെങ്കിൽ 20% വരുന്ന ക്രൈസ്തവ മതവിശ്വാസത്തിൽപ്പെടുന്ന ആളുകളെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ വിദ്വേഷിപ്പിച്ച് മൊത്തക്കച്ചവടക്കാരാക്കി നിങ്ങൾക്ക് വിറ്റ് തരാമെന്ന് പറയുന്നതാണ് ഈ സവിശേഷ കരാർ. ഉത്തരേന്ത്യയിലൊക്കെ നിങ്ങൾ നടത്തുന്നത് നടത്തിക്കോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ പുതിയ ദൃശ്യമാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂരിലെ ആ സ്ഥലത്ത് അവിടെ പ്രതിഷേധം നടത്താൻ പോകുമ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് പറയണം. കുറഞ്ഞ പക്ഷം അങ്ങനെ പറയാൻ പേടിയുണ്ടെങ്കിൽ ഉത്തർപ്രദേശ് അല്ലെങ്കിൽ മധ്യപ്രദേശ് എന്നൊക്കെ പറയുന്നതിന് പകരം പ്രദേശ് മധ്യ, ഉത്തർപ്രദേശിന് പകരം പ്രദേശ് ഉത്തര എന്നൊക്കെ പറഞ്ഞാലും മതി, പേടിയുണ്ടെങ്കിൽ. സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ.